നമ്മളൊരു ആക്ഷൻ കൗൺസിൽ സംഘടിപ്പിക്കുകയും ആക്ഷൻ കൗൺസിലിൽ നമ്മുടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് രാഹുൽ രാധാകൃഷ്ണനെ ഈ കേസ് ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തുകയും അങ്ങനെ അതിന് വേണ്ടുന്ന തീരുമാനങ്ങൾ നമ്മൾ എടുക്കുകയും ചെയ്തു. അപ്പോഴാണ് ഒരു നിയമ പോരാട്ടമാണ് ഇതിന് ഉചിതമെന്ന് മനസ്സിലാക്കി അഡ്വക്കേറ്റ് രാഹുൽ രാധാകൃഷ്ണൻ ഇതിനെക്കുറിച്ച് വൃത്തിയായി പഠിക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഒരു കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. ഹൈക്കോടതി നമുക്ക് അനുകൂലമായ ഒരു മറുപടി നൽകിക്കൊണ്ട് നഗരസഭയ്ക്ക് ഒരു കത്ത് നൽകി. അതായത് ഇവിടെ പ്രവർത്തിക്കുന്നത് ഈ റെസിഡൻഷ്യൽ ഏരിയയിലാണോ, ഇത് മറ്റുള്ളവർക്ക് ഹാനികരമാണെങ്കിൽ അത് നിർത്തിവെക്കുന്നതിന് ഓർഡർ നൽകണം എന്ന രീതിയിലാണ് നമുക്കൊരു മറുപടി നൽകിയത്. അപ്പോൾ സെക്രട്ടറി അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കാനുള്ള ഉത്തരവ് കൊടുക്കുകയും അതിൻ്റെ ഹെൽത്ത് വിഭാഗം ആൾക്കാർ ഇത് വന്ന് പരിശോധിക്കുകയും ഇതിന് യാതൊരു സേഫ്റ്റിയും ഇല്ലാതെയാണ് ഈ ഒരു ക്രഷർ യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നതും മറ്റുള്ളവർക്ക് വളരെ ആരോഗ്യപരമായും അവരുടെ വീടുകൾക്കും എല്ലാം ഹാനികരം സംഭവിക്കുന്ന രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി സെക്രട്ടറി ഈ ക്രഷർ യൂണിറ്റ് നിർത്തിവെക്കുന്നതിനുള്ള ഓർഡർ നൽകുകയും ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആക്ഷൻ കൗൺസിലിൻ്റെ ഒരു ശക്തമായ ഇടപെടലാണ് ഈ ഒരു ക്രഷർ യൂണിറ്റ് 33 കൊല്ലമായി പ്രവർത്തിച്ചു വന്നിരുന്ന ക്രഷർ യൂണിറ്റ് നിർത്തിവെക്കുന്നതിന് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ പറ്റിയത്. അതിൻ്റെ ഒരു ഭാഗമാകാൻ ഞാൻ ജനപ്രതിനിധിയായി നിൽക്കുന്ന സമയത്ത് തന്നെ ഇത്തരം ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിച്ചത് അതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ പ്രദേശവാസികൾക്ക് എപ്പോഴും ദോഷമായി നിന്നിരുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ അത് നിർത്തിവെക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മളോടൊപ്പം നഗരസഭയുടെ ഉദ്യോഗസ്ഥരും നഗരസഭയും നമ്മുടെ പാർട്ടി നേതൃത്വവും ഇതിലെല്ലാം ഉപരി നമ്മുടെ ജനങ്ങൾ, നമ്മുടെ വാർഡിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാണ് ഇതിന് വേണ്ടുന്ന നടപടികൾക്ക് കൂട്ടുനിന്നത്. പുനലൂർ നഗരസഭയിലെ പവർ ഹൗസ് വാർഡിൽ കഴിഞ്ഞ 33 വർഷമായി പ്രവർത്തിച്ചുവന്ന സ്വകാര്യ ക്രഷർ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. തുടർന്ന് സ്ഥാപനത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെച്ചു. 30 വർഷങ്ങൾക്ക് മുൻപ് ചെടിച്ചട്ടികളും അനുബന്ധമായുള്ള സാമഗ്രികളും നിർമ്മിക്കുന്ന ചെറുകിട യൂണിറ്റായിട്ടാണ് ക്രഷർ പ്രവർത്തനം ആരംഭിച്ചത്. തുടർന്ന് വലിയ പാറകൾ പൊട്ടിക്കുന്നതിനുള്ള ക്രഷർ യൂണിറ്റായി രൂപമാറ്റം സംഭവിച്ചു. സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ കാരണം സമീപത്തെ വീടുകൾക്ക് തുടർച്ചയായി കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഇതിനു പുറമെ പ്രദേശവാസികൾക്ക് ശ്വാസകോശ രോഗങ്ങളും അർബുദം ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. 33 വർഷമായി ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തെ വലിയ നിലയിൽ ബാധിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട്. 33 വർഷങ്ങൾക്ക് മുമ്പ് 1991 ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവിടെ ഒരു ചെടിച്ചട്ടി നിർമ്മാണശാല എന്നുള്ള നിലയിൽ പ്രദേശവാസികളായിട്ടുള്ള ചെറുപ്പക്കാർക്ക് യുവാക്കൾക്കെല്ലാം തൊഴിൽ നൽകിക്കൊണ്ടാണ്, അതായത് പ്രദേശവാസികളുടെ ഒരു പിന്തുണയോടുകൂടി തുടങ്ങിയ ഒരു പ്രസ്ഥാനം കാലക്രമേണ ഒരു കച്ചവട താല്പര്യത്തിന് വേണ്ടി, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി അതിൻ്റെ പ്രവർത്തനം രൂപമാറ്റം വരുത്തിക്കൊണ്ട് വലിയ പാറക്കഷ്ണങ്ങൾ അന്യ സംസ്ഥാനത്ത് നിന്ന് പോലും ടോറസ് പോലുള്ള വലിയ വാഹനങ്ങളിൽ വലിയ പാറക്കഷ്ണങ്ങൾ ആ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് അത് ഗ്രൈൻഡ് ചെയ്ത് അത് മിക്സ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തായി വിൽപ്പന ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ സംബന്ധിച്ചോളം ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹികളോ ഞാനടക്കമുള്ളവരൊന്നും ഒരു സംരംഭങ്ങൾക്കോ അല്ലെങ്കിൽ വ്യവസായങ്ങൾക്കോ എതിരല്ല. എന്നാൽ പൊതുജനങ്ങളെ, പ്രദേശവാസികളെ നേരിട്ട് ആരോഗ്യപരമായല്ല വലിയ നിലയിൽ ദോഷം ചെയ്യുന്ന നിലയിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനുള്ള തടസ്സമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആരംഭഘട്ടത്തിൽ പ്രദേശവാസികൾക്ക് തൊഴിൽ നൽകിയിരുന്നു. എന്നാൽ അതിൻ്റെ കച്ചവട താല്പര്യത്തിന് വേണ്ടി അവരെയെല്ലാം തൊഴിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അന്യ സംസ്ഥാനക്കാരെ ആ പ്രദേശത്ത് കൊണ്ട് പാർപ്പിച്ചുകൊണ്ട് അപ്പോൾ അവരാണ് അവിടെ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നത്. വലിയ പ്രത്യാഘാതങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. തൊട്ടടുത്ത വീടുകളിലെല്ലാം വലിയ വിള്ളൽ രൂപം കൊണ്ട് കിണറിലെല്ലാം വലിയ പൊടി, അസഹനീയമായ പൊടിയാണ് ഇതിൻ്റെ പ്രവർത്തനം മൂലം ആ പ്രദേശത്തെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ നിരവധിയായിട്ടുള്ള ആസ്മ രോഗികൾ, കൊച്ചുകുട്ടികൾക്ക് പോലും ഗുരുതരമായിട്ടുള്ള ശ്വാസകോശ രോഗങ്ങളടക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ ഗൗരവകരമായി ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന കാലയളവിൽ ഏകദേശം 4-5ഓളം പ്രദേശവാസികൾക്ക് ക്യാൻസർ പോലുള്ള ശ്വാസകോശ രോഗങ്ങളടക്കം, ലങ് ക്യാൻസർ അടക്കം വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഒരു മരണം പോലും ക്യാൻസർ പിടിപെട്ട് മരണപ്പെടുന്ന സാഹചര്യം ഞാൻ നമുക്ക് പേരൊന്നും സൂചിപ്പിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും അത്ര ഗൗരവകരമായ ഒരു സാഹചര്യമായിരുന്നു ആ പ്രദേശത്ത്. ആ ഒരു ഘട്ടത്തിലാണ് പല സമരങ്ങൾ പല കാലയളവിലായിട്ട് നടന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി 2017 അവിടെ പ്രദേശവാസികളെല്ലാം സംഘടിച്ച് വലിയ സമരം നഗരസഭയ്ക്കെതിരെയും അതുപോലെ തന്നെ RDO ഓഫീസിലെല്ലാം നടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.
എന്നാൽ ആ സമരങ്ങളൊന്നും ഫലപ്രാപ്തിയിൽ എത്തിയില്ല എന്ന് മാത്രമല്ല, അതെല്ലാം അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളെല്ലാവരും കൂടെ അവരെല്ലാവരും എന്നെ സമീപിക്കുകയും അപ്പോൾ നിയമപരമായി നമുക്ക് ഇതിന്റെ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആക്ഷൻ കൗൺസിൽ അടക്കം രൂപീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 1.5 വർഷമായി നടത്തിയ ഒരു നിയമ പോരാട്ടത്തിന്റെ ഫലമായി ഇതിന്റെ ലൈസൻസിൽ, ഈ സ്ഥാപനത്തിന്റെ ലൈസൻസിലടക്കം പിശകുണ്ടെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നഗരസഭയെ ഹൈക്കോടതി ഈ സ്ഥാപനം അടച്ചുപൂട്ടുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും പാറ ഉൽപ്പന്നങ്ങൾ ഇവിടേക്ക് എത്തിച്ചാണ് ക്രഷർ യൂണിറ്റ് പ്രവർത്തിപ്പിച്ചിരുന്നത്. നിരന്തരം ഭാരമേറിയ വാഹനങ്ങൾ കടന്നുപോകുന്നതോടുകൂടി വെട്ടിപ്പുഴ ജലധാരപാതയും വെട്ടിപ്പുഴ കുതിരച്ചിറപ്പാതയും പൂർണ്ണമായും തകർന്നു. ഇത്ര വർഷക്കാലമായിട്ടും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അപ്പോഴാണ് ഇപ്പോൾ പുതുതായിട്ട് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് നമുക്കിനെ നേരിടണമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ എന്നെ സമീപിക്കുകയും കഴിഞ്ഞ ഫെബ്രുവരി മാസം നമ്മളത് രൂപീകരിക്കുകയും അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മുൻകാല അനുഭവങ്ങൾ വെച്ച് നമുക്കിതിനെ ഇങ്ങനെയുള്ള സമര പരിപാടികളിലൂടെ ഒന്നും നേരിടാൻ പറ്റില്ല, കോടതിയെ സമീപിക്കുകയാണ് അതിന് പറ്റിയത് എന്ന് പറയുകയും അങ്ങനെ ആക്ഷൻ കൗൺസിൽ സംയുക്തമായി തീരുമാനിച്ച് അഡ്വക്കേറ്റ് രാഹുൽ രാധാകൃഷ്ണനെ ഈ കേസ് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. എന്തായാലും അതിനൊരു ഫലപ്രാപ്തി കണ്ടെത്താൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നമുക്ക് അനുകൂലമായ വിധി തന്നു. ആ വിധി നടപ്പിലാക്കാൻ ബഹുമാനപ്പെട്ട നമ്മുടെ നഗരസഭ കൗൺസിൽ തയ്യാറായി. അത് എല്ലാവർക്കും നന്ദിയുണ്ട്. അതിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ സന്തോഷവും. പൊടിയുടെ ഒരു ശല്യം എന്ന് പറയുന്നത് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ആൾക്കാർക്ക് വളരെ കൂടുതൽ അസുഖങ്ങളും ഈ ആസ്മ ടൈപ്പിനുള്ള അസുഖങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ തുമ്മാതെ ഒരു കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇന്നിപ്പോൾ അത് നിർത്തിയിട്ട് ഏകദേശം 2 മാസമാണ്. ഈ 2 മാസത്തെ ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇല്ല എന്ന് തന്നെ പറയാം. അതിൻ്റെ ഒരു അനുഭവസ്ഥനാണ് ഞാൻ. എൻ്റെ കാര്യം തന്നെ പൊടിയുടെ ശല്യം ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്നെ ബാധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു 3 വർഷത്തെ പീരീഡ് കഴിയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വക നൽകത്തക്കൊണ്ട് മുനിസിപ്പാലിറ്റി എന്ന് പറയാറുണ്ട് അത് അനുവദിക്കത്തില്ല എന്നുള്ളത്, ലൈസൻസ് പുതുക്കി കൊടുക്കത്തില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ ഫെബ്രുവരി വരെ സബ്മിറ്റ് ചെയ്യുന്നു, ഏപ്രിൽ മാസം ആകുമ്പോഴത്തേക്കും ഇത് പുതുക്കി കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ നമുക്കൊരു വാക്ക് വരുന്നത് പുതുക്കത്തില്ല എന്നുള്ളത്. അപ്പോൾ പുതുക്കി കഴിഞ്ഞിട്ട് വീണ്ടും സെക്രട്ടറി എടുത്തോ ചെയർപേഴ്സൻ്റെ അടുത്തോ ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത് പൊല്യൂഷൻ കൺട്രോളിൻ്റെയും ജിയോളജിയുടെയും മറ്റ് സർട്ടിഫിക്കറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് കൊടുത്തേ ഒക്കത്തുള്ളൂ. അങ്ങനെ ആ ഒരു ടൈമങ്ങ് പോകുന്നു. അടുത്ത 3 വർഷം ആകുമ്പോൾ പൊല്യൂഷൻ കൺട്രോളിൻ്റെ വീണ്ടും റിന്യൂ ചെയ്യേണ്ട സമയമാകുമ്പോൾ ഞങ്ങൾ പങ്കെടുത്തിട്ട് മാസ് പെറ്റീഷനുമായിട്ട് കളക്ടറെടുത്തും പൊല്യൂഷൻ കൺട്രോളിലും ഒക്കെ പോകുന്നു. ആ 2ാമത്തെ സമയത്ത് നമുക്ക് വളരെയേറെ പ്രതീക്ഷ നൽകിക്കൊണ്ട് ഇനി ഇത് നടക്കത്തില്ല എന്നുള്ള രീതിയിൽ നിന്നിട്ടും പിന്നെ അത് അനുവദിച്ചു കൊടുക്കുകയും അനിശ്ചിതമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യാറ്. ഇപ്പം അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് വളരെ വിപുലമായിട്ട് മിഷൻ്റെ കപ്പാസിറ്റിയെ കൂട്ടി ഒരു 16 പിന്നെ ടോറസ് ലോറിയൊക്കെയാണ് ഈ ചെറിയ റോഡിൽ കൂടെ ഓരോ ദിവസവും വന്നു പോകുന്നത്. ഇതിനിടെയുണ്ടായ പ്രാദേശികമായ എതിർപ്പുകൾ മറികടന്ന ക്രഷർ യൂണിറ്റിന്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിച്ച വൻതോതിൽ പാറ പൊട്ടിക്കുന്ന യൂണിറ്റുകളും മാനേജ്മെന്റ് ഇവിടെ സ്ഥാപിച്ചു. തുടർന്ന് ക്രഷർ യൂണിറ്റിനെതിരെ 2017 വെട്ടിപ്പുഴ റെസിഡൻസ് അസോസിയേഷന്റെ പിന്തുണയോടെ പ്രദേശവാസികൾ സമരപരിപാടികൾ ആരംഭിച്ചു. തുടർന്നും അനിയന്ത്രിതമായി ക്രഷർ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നതോടെ 2023 സമരസമിതി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. ആക്ഷൻ കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം ക്രഷർ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ അഡ്വക്കേറ്റ് രാഹുൽ രാധാകൃഷ്ണൻ വഴി ഹൈക്കോടതിയെ ധരിപ്പിച്ചു. തുടർന്നാണ് 3 പതിറ്റാണ്ടിലേറെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്വകാര്യ ക്രഷർ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയത്. ആക്ഷൻ കൗൺസിലിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഫലമായിട്ട് ക്രഷർ യൂണിറ്റിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കാനും ഹൈക്കോടതിയെ സമീപിക്കാനും സാധിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആ അവസ്ഥയായിരുന്നു. നിങ്ങൾ അറിയുന്നതിൽ കൂടുതൽ ഈ 30 വർഷം കൊണ്ട് ഈ പവർ ഹൗസ് ടൗണിനകത്തെ പവർ ഹൗസ് വാർഡ് ഇത്രയും ദുരിതം അനുഭവിച്ച ഒരു സമയമില്ല. പക്ഷെ അതിനുള്ള വിഷമം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ അത് അവസാനം ഞങ്ങൾ ഈ തീരുമാനമെടുത്ത് രാഹുലിനെ എടുത്തിട്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഇത് ഹൈക്കോടതിയിൽ പോയി ഇത് അവസാനിപ്പിക്കാൻ ഒരു തീരുമാനം എടുക്കണം, അതിന് എത്രയും ക്ഷമിക്കണം പുള്ളി. പക്ഷെ ആ ഫയല് നമ്മൾ നോർമൽ ഒരു അഡ്വക്കേറ്റുമാർ പോകുന്നത് പോലെ നിങ്ങൾ പൈസയും വാങ്ങിച്ച് അങ്ങോട്ട് പോയി ചെയ്തതല്ല പുള്ളി ചെയ്തത്. പുള്ളി ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന്, ഈ മുനിസിപ്പാലിറ്റിയിൽ ഇത് എങ്ങനെ
ലൈസൻസ് കൊടുത്തിട്ടുണ്ട്, ലൈസൻസ് കണ്ടീഷൻ എന്തൊക്കെയാണ് എന്ന് പഠിച്ചു. അതാണ് ആ കാര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പഠിച്ചിട്ട് ഈ ലൈസൻസ് കണ്ടീഷനിൽ വയലേഷൻ ഉണ്ടോ ഇതെല്ലാം പഠിച്ചിട്ട് നേരെ ഹൈക്കോടതി അത് മൂവ് ചെയ്തു. പുള്ളിയുടെ സീനിയറിനെ കൊണ്ട് നന്നായിട്ട് മൂവ് ചെയ്യിപ്പിച്ചു. അത് അപ്പം നമുക്ക് എങ്കിലും ഹൈക്കോടതി ഒരിക്കലും നമുക്കിത് പൂട്ടാനായിട്ടൊരു ഓർഡർ അല്ല. ഹൈക്കോടതി വളരെ നമുക്ക് അനുകൂലമായൊരു ഉത്തരവ് മുനിസിപ്പൽ അധികാരികൾക്ക് കൊടുത്തു. ഇത് വളരെയധികം പഠിച്ച് ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. അത് നമുക്ക് അനുകൂലമായി. മുനിസിപ്പാലിറ്റി പൊല്യൂഷൻ്റെ ഇത് ഉണ്ടായിരുന്നിട്ട് പോലും മുനിസിപ്പാലിറ്റി തൽക്കാലം ഇത് പൂട്ടുക എന്ന് നിർദ്ദേശം നൽകുകയും ആ ഹൈക്കോടതിയുടെ ഉത്തരവ് പൂട്ടുക എന്നുള്ള നിർദ്ദേശം മുനിസിപ്പാലിറ്റി കൊടുക്കുകയും അതിന് നമ്മുടെ കൗൺസിലർ, മുനിസിപ്പൽ അധികാരികൾ, പിന്നെ മുനിസിപ്പലിലെ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും നമുക്ക് വളരെയധികം ഉദ്യോഗസ്ഥന്മാർ പൂർണ്ണമായി സഹകരിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും എല്ലാവരും നന്നായിട്ട് നമ്മളോട് സഹകരിച്ചു. അങ്ങനെയാണ് ഇത് പൂട്ടുവീണത്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പത്രസമ്മേളനം നടത്തുന്നത് വളരെ ചാരിതാർത്ഥ്യത്തോടുമാണ്. കാരണം ഒരു 30 വർഷത്തെ, അതായത് നമ്മുടെ ജനത്തിൻ്റെ, അതായത് ഞാനൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. പക്ഷേ അതിനുശേഷം ഒരുപാട് പേര് റെസിഡൻസ്, ടൗൺ പ്രദേശമായിട്ട് റെസിഡൻസിൽ ഒരുപാട് പുറത്തുനിന്ന് ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട് സ്ഥലമാണ്. ചുറ്റും പുറത്തുനിന്ന് പിന്നീട് വന്ന് താമസിക്കുന്നവരാണ്. അവരെല്ലാം അനുഭവിച്ചുകൊണ്ട് ആർക്കും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതിൽ നിന്നൊരു മോചനം ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ കൗൺസിലർ പ്രിയാപിള്ള, അഡ്വക്കേറ്റ് രാഹുൽ രാധാകൃഷ്ണൻ, ആർ രാധാകൃഷ്ണൻ, ബി പ്രകാശ, എസ് ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.